ഗോവ തീപിടുത്തത്തിൽ ലൂത്ര സഹോദരന്മാരെ ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് തായ് പോലീസ് ഫുക്കറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഡിസംബർ 6-ന് ഗോവയിലെ അർപ്പോറയിലുള്ള ബിർച്ച് ബൈ റോമിയോ നിശ ക്ലബിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. 25 പേരാണ് ഈ സംഭവത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ശേഷം തന്നെ നിശ ക്ലബിന്റെ സ്ഥാപകരായിരുന്ന ലൂത്രോ സഹോദരന്മാർ ഒളിവിൽ പോയി. ഗോവയിലെ നിശ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായത് ക്ലബിന്റെ തടി കൊണ്ടുള്ള ഘടനയും ഫർണിച്ചറുകളും ആണെന്നാണ് പോലീസ് പറയുന്നത്. ക്ലബിന് പുറത്തു കടക്കാൻ വെറും 2 ഗേറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് അന്വേഷിച്ച അധികൃതരും അത് വ്യക്തമാക്കിയുണ്ടായിരുന്നു. സ്ഫോടനമല്ല തീപിടുത്തത്തിന് കാരണം. അകത്തെ വസ്തുക്കൾ പെട്ടെന്ന് തീ പിടിക്കുന്ന സ്വഭാവം ഉള്ളതിനാലാണ് അതിവേഗം തീ പടർന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ക്ലബിന്റെ അടിത്തട്ടിലെ അടുക്കള ഭാഗത്ത് വെച്ച് ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 25 മൃതദേഹങ്ങളിൽ 23 പേർക്കും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഓക്സിജൻ കുറവ് കാരണം മരിച്ചതിന്റെ സൂചനയാണെന്നും കണ്ടെത്തി. 2 മൃതദേഹങ്ങൾ മാത്രമാണ് ഗുരുതരമായി കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തിരുന്നു. ശേഷം ഗേറ്റ് മാനേജർ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ക്ലബ് ഉടമകളായ സൗരഭ് ലൂത്ര, ഗൗരവ് ലൂത്രയും സ്ഥലത്തില്ലെങ്കിലും അവർക്കെതിരെയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഒളിവിലായ ഇവരെ കണ്ടെത്താൻ പോലീസ് സംഘം ഡൽഹിയിലേക്ക് പോയി. ഇദ്ദേഹത്തെ പിടികൂടാൻ ഗോവ പോലീസ് ഡൽഹിയിൽ തിരച്ചിൽ ആരംഭിച്ചു. സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും നിയമലംഘനങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ക്ലബിന് വ്യാപാര ലൈസൻസും അനുമതികളും നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടിയും വന്നിരുന്നു. വെറും മനുഷ്യത്വത്തിന്റെ മാത്രം ഭാഗമായി ജാർഖണ്ഡിൽ നിന്നുള്ള 3 ഇരകളുടെ മൃതദേഹങ്ങൾ ഗോവ സർക്കാർ ഏർപ്പാടാക്കിയ പ്രത്യേക വിമാനത്തിൽ റാഞ്ചിയിലേക്ക് കൊണ്ടുപോയി. ഇതിനാൽ അവരുടെ മൃതദേഹങ്ങൾ വേഗത്തിൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറാനും സാധിച്ചു. ഈ ക്ലബിന്റെ 4 സഹ ഉടമകളിൽ ഒരാളായ അജയ് ഗുപ്തയെ പിന്നീട് ഗോവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദുരന്തം നടന്നതിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. പിന്നീട് ഗുപ്തയ്ക്ക് വേണ്ടി സർക്കാർ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഡൽഹിയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഈ കേസിൽ പിടിയിലാകുന്ന 6ാമത്തെ വ്യക്തി കൂടിയാണ് ഗുപ്ത. നൈറ്റ് ക്ലബിന്റെ ചീഫ് ജനറൽ മാനേജർ രാജീവ് മോദക്, ജനറൽ മാനേജർ വിവേക് സിംഗ്, ബാർ മാനേജർ രാജീവ് സിൽഹാനിയ, ഗേറ്റ് മാനേജർ റിയാൻഷു താക്കൂർ, ജീവനക്കാരൻ ഭരത് കോഹ്ലി എന്നിവരാണ് അറസ്റ്റിലായ മറ്റു ചിലർ. ലൂത്ര സഹോദരങ്ങൾക്കായി സർക്കുലർ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഒളിവിൽ ഇരിക്കുമ്പോൾ പോലും സൗരഭ് ലൂത്ര തന്റെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ബിർച്ചിലിൽ തന്റെ ദൗർഭാഗ്യകരമായ സംഭവത്തെ തുടർന്നുണ്ടായ ജീവഹാനികളിൽ മാനേജ്മെന്റ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും സംഭവം ഞങ്ങളെ ആഴത്തിൽ ഞെട്ടിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ആ കുറിപ്പ്. ഈ അന്വേഷണത്തിൽ കൗതുകമായത് വാഗേറ്റർ ബീച്ചിലെ ഇവരുടെ മറ്റൊരു റോമിയോ ലെനിൻ സ്ഥാപനമായും ഇതുപോലെ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തി. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ ഉത്തരവനുസരിച്ച് ഉടൻ തന്നെ ആ കെട്ടിടവും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി. വിദേശത്തേക്ക് കടന്ന ക്ലബ് ഉടമകളായ ലൂത്ര സഹോദരങ്ങളുടെ പാസ്പോർട്ടുകൾ പിന്നീട് ഗോവ പോലീസ് റദ്ദാക്കിയതായി അറിയിച്ചു. ഇതോടെ ഫുക്കറ്റിൽ ഒളിവിൽ കഴിയുന്ന ഇവർക്ക് തായ്ലാന്റിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് തടസ്സപ്പെട്ടു. നയതന്ത്ര തലത്തിൽ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇവരെ ഇന്ത്യയിലേക്ക് നാടുകടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ തങ്ങളുടെ യാത്രാ പരിപാടി നേരത്തെ ആസൂത്രണം ചെയ്തതാണെന്നും കോടതിയിൽ ഇവർ വാദിച്ചു. പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കും പുതിയ റെസ്റ്റോറന്റ് സൈറ്റുകൾ തേടുന്നതിനുമായാണ് സൗരഭ് തായ്ലാന്റിലേക്ക് പോയതെന്നാണ് അവരുടെ അഭിഭാഷകൻ ഡൽഹിയിലെ രോഹിണി കോടതിയിൽ വാദിച്ചത്. അറസ്റ്റ് ചെയ്യാതെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ നിയമപരമായ സംരക്ഷണം തേടുകയാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് ഇടക്കാല ആശ്വാസം നൽകാൻ കോടതി വിസമ്മതിച്ചിരുന്നു. സംഭവത്തിന് മണിക്കൂറുകൾ അകം രാജ്യം വിട്ട ഇവർക്ക് വിദേശത്തിരുന്നുകൊണ്ട് സംരക്ഷണം തേടാൻ അനുവദിക്കരുത് എന്നായിരുന്നു ഗോവ പോലീസ് പറഞ്ഞിരുന്നത്. ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ഭയം ഉള്ളതിനാലാണ് സംരക്ഷണം തേടുന്നതെന്നും സഹോദരങ്ങൾ വാദിച്ചിരുന്നു.
ഗോവയിലെ അവരുടെ രണ്ടാമത്തെ സ്ഥാപനമായ ബിറ്റ്ഷാക് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് അവർക്കെതിരായ പ്രതികാര നടപടിയാണെന്നാണ് ലൂത്ര സഹോദരന്മാർ പറയുന്നത്. സംഭവത്തെ തുടർന്ന് ലൂത്ര സഹോദരന്മാർ കോടതിയിൽ ഇടക്കാല ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ കേസിൽ ലൂത്ര സഹോദരന്മാർക്ക് ഇടക്കാല ആശ്വാസം നൽകാൻ കോടതി വിസമ്മതിക്കുകയുമുണ്ടായി. അവസാനമായി ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് തായ് പോലീസ് ലൂത്ര സഹോദരന്മാരെ ഫുക്കറ്റിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു.